കോഴിക്കോട് നഗരത്തെ ആകെ തന്നെ ഞെട്ടിച്ച പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് തീ അണയ്ക്കുന്നതിന് വേണ്ടി സാധിച്ചത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതോടുകൂടി വലിയൊരു ദുരിതത്തിലായിരിക്കുന്നത് യാത്രക്കാരാണ്. നമസ്കാരം. കോഴിക്കോട് നഗരത്തെ ആകെ തന്നെ ഞെട്ടിച്ച പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം ഇപ്പോൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് പോലീസിനും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും ഇത്തരത്തിൽ തീ അണയ്ക്കുന്നതിന് വേണ്ടി സാധിച്ചത്. തീപിടുത്തമുണ്ടായ ആദ്യ നിമിഷങ്ങളിൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായില്ല എന്നുള്ളൊരു വ്യാപകമായ ഒരു ആരോപണം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ വെള്ളം എത്തിക്കുന്നതിന് മറ്റുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളുടെ ഉള്ളിലടക്കം വലിയ രീതിയിലുള്ള അമർഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഉദ്ദേശം 5:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് തീപിടുത്തമുണ്ടായത്. പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് തീപിടിക്കുന്നത്. ഇത് ഹോൾസെയിലായിട്ട് തുണിത്തരങ്ങളും മറ്റും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. യൂണിഫോം ഉൾപ്പെടെയുള്ള തുണിത്തരങ്ങളും മറ്റും വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് ഏതാണ്ട് അടുത്ത സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോക്കും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ മെഡിക്കൽ ഷോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് തീ അവിടേക്ക് പടരുമെന്നുള്ളത് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. പോലീസ് ഉൾപ്പെടെ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെ അടക്കം ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അതിനകത്ത് നിരവധിയായിട്ടുള്ള മരുന്നുകളുണ്ട്. അവയ്ക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകും. പുക ശ്വസിക്കുന്ന പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ആരോഗ്യത്തിന് ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസുകാർ നിരവധി തവണ ഇവിടെയുള്ള ആളുകളോടക്കം മാറി നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടും ആളുകളൊന്നും മാറാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണ പോലീസുകാരും മറ്റ് സംവിധാനങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളുകളോടും മറ്റും പൊതുജനങ്ങളോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടും ജനങ്ങൾ മാറി നിൽക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും പ്രേക്ഷകർക്കാണ് ഇവിടെ ജനങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇതോടുകൂടി വലിയൊരു ദുരിതത്തിലായിരിക്കുന്നത് ഇന്ന് കോഴിക്കോട് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിൽ പലരും KSRTC ബസ് സ്റ്റാൻഡ്, ഇതിന് സമീപത്ത് തന്നെയാണ് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന പല യാത്രക്കാരും പോയതുകൊണ്ട് തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ അതിരൂക്ഷമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും യാത്രക്കാർക്ക് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്ക് മടങ്ങി പോകാനാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നിരവധി ആളുകൾ. അവർ പലരും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. പലരും നമ്മളോട് അവരുടെ ബുദ്ധിമുട്ട് പറയുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പലരും പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു പരിധി വരെ തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വലിയൊരു ആശ്വാസമാണ്. എന്തൊക്കെയായാലും മണിക്കൂറുകൾ നീണ്ട കോഴിക്കോട് നഗരത്തെ പൂർണ്ണമായും ഉദ്യോഗത്തിലാക്കിയ മണിക്കൂറുകൾ നീണ്ട ആ ഒരു ആശങ്ക ഒരു പരിധി വരെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. തീ ഇപ്പോൾ ഏതാണ്ട് അണയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.